യുനൈസ് കേൾക്കാമോ? വിംസ് ഹോസ്പിറ്റലിലാണുള്ളത്. എങ്ങനെ അവിടെ എത്ര പേരുണ്ട് യുനൈസ് ചികിത്സയിൽ? ഇവിടെ ഇപ്പൊ 6 ബോഡി ഇവിടെ ഉണ്ട്. പിന്നെ കാഷ്വാലിറ്റി പറ്റിയ നിരവധി ആളുകളുണ്ട്. ഏകദേശം ഒരു എണ്ണം നമുക്ക് എണ്ണം നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് കടക്കാൻ ഇപ്പൊ കഴിയുന്നില്ല. അവിടെ അത്രയും പിന്നെ ആളുകൾ വന്ന് നിറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല അതിന്റെ ഉള്ളിലേക്ക്. വീണ്ടും വീണ്ടും പരിക്കേറ്റവരെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ടോ? വീണ്ടും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ. ആളുകളെ മുഴുവൻ ഇങ്ങോട്ടാണ് എത്തിക്കുന്നത്. വലിയ ആശുപത്രിയാ അല്ലേ? ഇവിടെ മെഡിക്കൽ കോളേജ്. വലിയ മെഡിക്കൽ കോളേജാണ്. ഓക്കെ. അപ്പൊ മറ്റെന്തെങ്കിലും വിവരം തരാനുണ്ടോ ദുരന്തമായിട്ട് ബന്ധപ്പെട്ട്? കുറച്ച് പേര് മേപ്പാടി പിന്നെ ഹോസ്പിറ്റലിലുണ്ട്. കുറച്ച് പേര്. യുനൈസിന്റെ സ്ഥലം എവിടെയാ വയനാട്ടില്? ഞങ്ങള് ഇവിടെ മേപ്പാടി റിപ്പൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ പ്രശ്നങ്ങളുണ്ടോ? ഇല്ല, ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പൊ. ഇല്ല. ഏത് മേഖലയാ കൂടുതൽ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്? ചൂരൽമല മുണ്ടക്കൈ ഭാഗത്താണ് ഈ പ്രശ്നം. ഇവിടെ മേപ്പാടി ഞങ്ങളുടെ ഈ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് മൂപ്പൈനാട് പഞ്ചായത്താണ്. ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പല ആളുകളും ഒറ്റപ്പെട്ട അവസ്ഥയിലാണല്ലേ? ഒറ്റപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട്. വെള്ളം കയറി ഒറ്റപ്പെട്ട സ്ഥലങ്ങളുണ്ട്. അപ്പം അവിടെ ഇപ്പം ഈ ആശുപത്രിയിൽ എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. നല്ല ചികിത്സ ഇപ്പോൾ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. ഇവിടെ അതിന് എല്ലാ ക്രമീകരണങ്ങളും ഹോസ്പിറ്റൽ അധികൃതർ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ജനപ്രതിനിധികളൊക്കെ എത്തിയോ അവിടെ? ഇവിടെ കുറച്ച് മുമ്പ് മന്ത്രി വന്ന് തിരിച്ചുപോയി. അതെ, ശരി. ക്യാമ്പുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ക്യാമ്പുകൾ മേപ്പാടി സ്കൂളിൽ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുണ്ടോ അവിടെ? ഒരുപാട് ആളുണ്ടോ അവിടെ? നിലവിൽ കൃത്യ എണ്ണം നമുക്കറിയില്ല. 100 മേലെ ആളുകളുണ്ട്. ഉണ്ട്. അവര് പലരും ഈ പറഞ്ഞ പോലെ വീട് നഷ്ടപ്പെട്ടവരൊക്കെ ആയിരിക്കും അല്ലേ? വീട് നിരവധി വീടുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് എണ്ണം നമുക്കിപ്പോ കണക്കാക്കാൻ കഴിയില്ല. അത്ര വലിയ ഒരു ഏരിയ അല്ലേ മൂടിപ്പോയി. പുത്തുമല ഒക്കെ എന്തായാലും യുനൈസിന് ഓർമ്മ കാണും അല്ലേ? അതിലും വലിയ ദുരന്തമാണല്ലേ? പുത്തുമല ഒന്നുമല്ല ഇത്. ഇതിന് അതിഭീകരമാണ്. ശരി യുനൈസ്, അതാണ് അവിടുത്തെ അവസ്ഥ. യുനൈസ് പറയുന്ന പോലെ പുത്തുമല ഒന്നുമല്ല, അതിലും ഭീകരമാണ്. സർക്കാർ സംവിധാനങ്ങൾക്ക് പോലും പകച്ചു നിൽക്കേണ്ട അവസ്ഥയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇത് എന്താണ് ഇതിന്റെ വ്യാപ്തി എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല.